തൃശൂർ കരുവന്നൂർ പുഴയിൽ ചാടി വീണ്ടും ആത്മഹത്യാശ്രമം. കാസർഗോഡ് സ്വദേശിയാണ് രാവിലെ പുഴയിൽ ചാടിയത്. പുഴയിലൂടെ ഒഴുകിയെത്തിയ പുല്ലിൽ പിടുത്തം കിട്ടിയതിനാൽ രക്ഷപ്പെട്ടു. കഴിഞ്ഞയാഴ്ചയും 50കാരി പാലത്തിൽ നിന്ന് ചാടി മരിച്ചിരുന്നു. ജെയ്സൺ ചാമവളപ്പിൽ നൽകും കൂടുതൽ വിവരങ്ങൾ. ജെയ്സൺ, കഴിഞ്ഞയാഴ്ച ഷീബ, ഇപ്പോൾ കാസർഗോഡ് സ്വദേശി ആത്മഹത്യക്കായി ഇവിടേക്ക് എത്തിയതാണോ അതോ ഇവിടെ ജോലി ചെയ്യുന്നയാളാണോ? എന്താണ് ഇവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ? സുജയ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നാം ഇവിടെ നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്ത സംഭവം. കഴിഞ്ഞ 2 മാസത്തിനിടെ 4 പേരാണ് ഇപ്പോൾ ഈ മേഖലയിലെത്തി ആത്മഹത്യ ചെയ്യുന്നത്. കരുവന്നൂർ പുഴയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യാനെത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നതാണ് ഇതിന്റെ സൂചന. ഇപ്പോൾ ആത്മഹത്യ ശ്രമം നടത്തിയത് കാസർഗോഡ് സ്വദേശിയാണെങ്കിലും പല്ലിശ്ശേരിയിൽ താമസിക്കുന്ന സ്വദേശിയാണ് രാജേഷാണ് ചാടിയത്. പക്ഷേ ഇയാളെ നാട്ടുകാർ ചേർന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു. പിന്നീട് ഫയർഫോഴ്സ് എത്തി ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചു. ഏതായാലും വലിയൊരു ആത്മഹത്യാ മുനമ്പ് എന്ന നിലയിലേക്ക് കരുവന്നൂർ പാലം വരുന്നതിൽ വലിയ ആശങ്കയുണ്ട്. ഇതിനിടയിൽ ഈ കരുവന്നൂർ ഉൾപ്പെടുന്ന മണ്ഡലത്തിലെ MLA ആണ് മന്ത്രി R ബിന്ദു. ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള ഇരുമ്പ് നെറ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരവ് കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഇത്തരത്തിലൊരു സംരക്ഷണ ഭിത്തി വരുന്നതോടുകൂടി ഈ ആത്മഹത്യാ ശ്രമത്തിനൊരു കുറവുണ്ടാകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇന്ന് ചാടിയാൽ രക്ഷപ്പെട്ടത് വലിയൊരു ആശ്വാസ വാർത്ത തന്നെയാണ് സുജയ. ഓക്കെ, കാസർഗോഡ് സ്വദേശി പുല്ലിൽ പിടുത്തം കിട്ടിയതിനാൽ ആത്മഹത്യാശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. കരുവന്നൂർ പുഴ അങ്ങനെ ഒരു ആത്മഹത്യാ പോയിന്റായി മാറുന്ന സാഹചര്യമാണ്. അധികൃതർ അത് ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു.